ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാനൊരു ഈസി കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഞങ്ങൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി ചേർത്ത് പുരട്ടി ഒരു അരമണിക്കൂർ എടുത്തു വച്ചിരുന്നു. പിന്നീട് 3 മീഡിയം സൈസ് സവോള അരിഞ്ഞ് ചെറുതായി നീളത്തിൽ അരിഞ്ഞു അത് മാറ്റി വെച്ചു. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു. പിന്നെ മല്ലിച്ചപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചു. ഇനി എങ്ങനെയാണ് ഈസി ആയിട്ട് ചിക്കൻ കറി കുക്കറിൽ വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ളുപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി ചെറുതായി വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചേർത്തോളൂ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് മോന് കൊടുക്കാനുള്ള കാരണം അവന് 1.5 വയസ്സായ മോനാണ്. അവന് ചിക്കൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ കൂട്ടുന്ന കാരണമാണ് ഞാൻ എരിവ് കുറച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ മസാലകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് മാത്രം നമ്മൾ ചേർത്താൽ മതി. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റിയെടുത്തു. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായി മസാലയുമായി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു 10-15 സെക്കൻഡ് അത് യോജിപ്പിച്ച് വരണം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ സമയത്താണ് ഉപ്പുണ്ടോ, എരിവൊക്കെ ആവശ്യത്തിന് പോരെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എനിക്ക് ഈ എരിവ് മതി, അതുകൊണ്ട് എനിക്ക് ഉപ്പും പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഞാൻ തിളച്ച വെള്ളമാണ്, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ വെള്ളം നമുക്ക് ആയി വരും, തനിയെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് ഇനി ഇതൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിള വരുന്ന തുടങ്ങി. ഇനി നമ്മൾ അത് കുക്കർ വെയിറ്റ് ഇട്ടിട്ട് കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് അടയ്ക്കുകയാണ്. ഇനി ഒരു വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. പ്രഷർ തനിയെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പ്രഷർ പോയി നമ്മൾ ലിഡ് തുറക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില വിതറുകയാണ്. മല്ലിയില ധാരാളം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, പാകത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. കറി ഞങ്ങളിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് കൂട്ടാൻ കറി എല്ലാമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസി കുക്കർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിത് നെയ്ച്ചോറിനോടൊപ്പമാണ് കഴിക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.